എല്ലാവർക്കും വീണ്ടും നമസ്കാരം. അങ്ങനെ കൊറിയൻ കമ്പനിയിലെ എൻ്റെ ജോലിയുമായിട്ട് പൂനെയിൽ കഴിഞ്ഞുകൊണ്ടിരുന്ന ഏതാണ്ട് ഒരു വർഷക്കാലത്തെ ഒരു സമയം, അവിടെ ഒരു പുതിയ കമ്പനി, മൊബൈൽ ഫോണിൻ്റെ ഒരു നിർമ്മാണം നടത്തുന്ന ഒരു കമ്പനിയായിരുന്നു അവിടെ കൊറിയൻ LG കമ്പനി അവിടെ ഉദ്ദേശിച്ചിരുന്നത്. ആ കമ്പനിയുടെ മിഷനറികളെല്ലാം ജപ്പാനിൽ നിന്ന് ഉള്ള പ്രധാനമായിട്ട് ഒമ്രോൺ കമ്പനിയുടെ മിഷനറികളായിരുന്നു. ആ മിഷനറികളെല്ലാം അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് അവിടെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിയ സമയമായപ്പോഴേക്കും എൻജിനീയർമാർക്ക് കൂടുതലായിട്ട് അവിടെ നേരിട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളില്ല. ഇന്ത്യൻ എൻജിനീയർമാരെ എല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ച് അവർക്ക് കാര്യങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തു. പിന്നെ ഇടയ്ക്കുള്ള ഇൻസ്പെക്ഷൻ വരുന്ന ആളുകളേ ഉള്ളൂ. പിന്നെ കുറച്ച് എൻജിനീയർമാർ, കൊറിയക്കാർ അവിടെ തന്നെയുണ്ട്. പക്ഷേ ജാപ്പനീസ് എൻജിനീയർമാരെല്ലാവരും തന്നെ തിരികെ മടങ്ങിപ്പോരുന്ന ഒരു സമയമായി. അപ്പോഴേക്കും എനിക്കും അവിടെ ജോലി പിന്നീട് തുടരേണ്ട കാര്യങ്ങളില്ല. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഗസ്റ്റ് ഹൗസുകളൊക്കെ വൈൻഡപ്പ് ചെയ്തു. ഗസ്റ്റ് ഹൗസുകളുടെ പ്രവർത്തനങ്ങളെല്ലാം നിർത്തി. അപ്പോഴേക്കും ഞാൻ വീണ്ടും എൻ്റെ ജോലി അവിടെ തീരുന്നു. ഞാൻ അതിനിടയിൽ തന്നെ എൻ്റെ ബാംഗ്ലൂരിലുള്ള കുടുംബം, ഭാര്യയും മക്കളും എന്നെ സന്ദർശിക്കുവാനായിട്ട് പൂനെയിൽ വരുന്നു. അവരെ സംബന്ധിച്ചും പൂന എന്ന് പറയുന്നതും ബോംബെ ഒന്നും അവർ കണ്ടിട്ടില്ല. അപ്പോൾ പൂനെയിലും ബോംബെയിലുമെല്ലാം അവരെ കൊണ്ട് നടന്ന എല്ലാ സ്ഥലങ്ങളുമെല്ലാം കാണിച്ചു. അപ്പോൾ അതിനെല്ലാം ശേഷമാണ് ഞാൻ അവിടുന്ന് പിരിയുന്നത്. ജോലി കഴിയുന്നു. ജോലി തീർത്ത് ഞാൻ വീണ്ടും ബാംഗ്ലൂരിലേക്ക് തന്നെ മടങ്ങുകയാണ്. ബാംഗ്ലൂരിൽ കുട്ടികളോടും ഭാര്യയോടുമൊപ്പം അങ്ങനെ കുറച്ചു കാലം കൂടി ബാംഗ്ലൂരിൽ സമാധാനപരമായ രീതിയിൽ കുടുംബജീവിതം വളരെ എനിക്ക് വിട്ടുള്ള ജീവിതമാണ് പലപ്പോഴും ഉണ്ടായിരുന്നത്. കുടുംബത്തോടൊപ്പം കൂടുതൽ നാൾ ജീവിക്കുവാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല, കുട്ടികൾ ചെറുപ്പമായിരിക്കുന്ന സമയത്ത്. അപ്പോൾ ആ കുട്ടികളോടൊപ്പം വളരെ സന്തോഷകരമായിട്ട് ബാംഗ്ലൂർ കുറച്ചു കാലം എനിക്കതിന് ശേഷം ചെലവഴിക്കാൻ കഴിഞ്ഞു. അപ്പോൾ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ആ സൗഹൃദങ്ങൾ, മലയാളി സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് ബാംഗ്ലൂർ വളരെ ഒരു സ്വന്തം കുടുംബത്തിലെ ജേഷ്ഠാനിയന്മാരെ പോലെയുള്ള ഇടപെടുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ ഓർക്കുന്നു. അന്ന് കിർലോസ്കർ ടൊയോട്ടയിൽ ജോലിയുണ്ടായിരുന്ന ഒരു രഘുവേട്ടന് ടൊയോട്ടയിൽ ജോലിയായിരുന്നതിനാൽ പല പ്രാവശ്യം ഇതിനു മുമ്പ് ജപ്പാനിൽ വരികയും ജാപ്പനീസ് ഭാഷയിൽ നല്ല പ്രാവീണ്യം നേടിയ ആളുമായിരുന്നു. അദ്ദേഹമായിരുന്നു ഞങ്ങൾക്ക് അവിടെ അയൽവാസിയായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രിയ സ്നേഹിതന്. ആ രഘുവേട്ടൻ അവിടെ ഉണ്ടായിരുന്നതായിരുന്നു എനിക്കും വലിയൊരു സന്തോഷം. കാരണം വീട്ടിൽ എന്ത് ആവശ്യത്തിനാണേലും അദ്ദേഹത്തിന് ജാപ്പനീസ് ഭാഷ വളരെ ഫ്ലുവൻ്റാണ്. അദ്ദേഹത്തിന് ഭാഷയിലുള്ള സാമർഥ്യമെല്ലാം കാരണം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു സമയം എനിക്ക് കുടുംബത്തെ അവിടെ ആക്കുന്നതിൽ വലിയ ഒരു സന്തോഷം തോന്നിയ സമയമാണ്. കാരണം അത്തരത്തിലുള്ള നല്ല സുഹൃത്തുക്കൾ ധാരാളം അവിടെ ഉണ്ടായിരുന്നു. ഞാൻ രഘുവേട്ടൻ്റെ കാര്യം മാത്രം പ്രത്യേകം എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിലെ സൗഹൃദം, അതുപോലെ ഞങ്ങളുടെ അടുത്ത് തന്നെ താമസിച്ചിരുന്ന മത്തായിച്ചിനെ മറക്കാൻ പറ്റത്തില്ല. മത്തായിച്ചിൻ്റെ കുടുംബം, ഞങ്ങളെല്ലാമായിട്ട് ഒരു കുടുംബം പോലെ ഒരു ഇടപെടുന്ന ഒരുപാട് വീടുകൾ അവിടെ എനിക്ക് ബാംഗ്ലൂർ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാമായിട്ട് വളരെ സന്തോഷമായിട്ട് അവിടെ കഴിയുമ്പോൾ ഞാൻ ഓർക്കുന്നു, അന്ന് ഈ പറഞ്ഞ രഘുവേട്ടന് അദ്ദേഹം സായിബാബയുടെ ഒരു ഫോളോവറാണ്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഞങ്ങളെ സായിബാബയുടെ ആശ്രമത്തിൽ കൂട്ടിക്കൊണ്ടുപോകുവാൻ വേണ്ടി ഞങ്ങൾ ക്ഷണിക്കുന്നു. അപ്പോൾ അവിടെയുള്ള ഞങ്ങളുടെ രാജരാജേശ്വരി നഗറിലുള്ള സായി ഭക്തരുടെ തന്നെ ഒരു ഗ്രൂപ്പുണ്ട്. അവരെല്ലാവരും കൂടി ഒരു ബസ് അവിടെ നിന്ന് തയ്യാറാക്കി. അന്നാണ് ഞാൻ ആദ്യമായിട്ട് സായിബാബയെ കാണുവാനായിട്ട് പുട്ടപർത്തി. സായിബാബയും കാണണമെന്ന ആഗ്രഹമുണ്ടായിരുന്ന ഒരു ഇന്ത്യൻ ഗുരുവാണ്. ഇന്ത്യയിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗുരുവാണല്ലോ. അപ്പോൾ ഈ സായിബാബയെ കാണുവാനായിട്ട് ഒരിക്കൽ ഞാൻ പുട്ടപർത്തിയിലേക്ക് ഞങ്ങളെല്ലാവരും കൂടി സായി ഭക്തരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ കുടുംബമായിട്ട് എൻ്റെ കുട്ടികളും ഭാര്യയുമായിട്ട് പുട്ടപർത്തിക്ക് പോയത് ഞാൻ ഓർക്കുന്നു. അങ്ങനെ പുട്ടപർത്തിയിൽ പോയി ഒരു ദിവസം അവിടെ താമസിക്കുന്നതിനുള്ള സൗകര്യമെല്ലാം ഉണ്ട്. അവിടുത്തെ ഒരു താമസ സൗകര്യം, ഒരു ഡോർമെട്രിയിൽ ഞങ്ങൾ താമസിക്കുന്നു. അതിൻ്റെ പിറ്റേ ദിവസം പുലർകാലയാണ് സായിബാബ എല്ലാവർക്കും ഭക്തർക്ക് ദർശനം നൽകുവാനായിട്ട് വരിക. ആ ദർശനം നൽകുവാനായിട്ട് സായിബാബ വരുന്ന സമയത്ത് അത് എനിക്ക് തോന്നുന്നൊരു നവംബർ മാസമാണ്, ശബരിമല കാലമാണ്. ശബരിമലയിലേക്ക് ഉള്ള അയ്യപ്പ ഭക്തരുടെ തിരക്കുള്ള സമയമാണ്. അപ്പോൾ രാവിലെ പറഞ്ഞിരുന്ന സമയം ദർശനം നൽകാമെന്ന് സായിബാബ അനൗൺസ് ചെയ്തിരുന്ന, അല്ലെങ്കിൽ അവിടുത്തെ സംഘാടകർ നേരത്തെ അനൗൺസ് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ ആ വലിയൊരു ഹോളുണ്ട്, ആ വലിയ ഹോളിൽ സായിബാബ ദർശനം നൽകുന്ന ഹോളുണ്ട്. ഹോളിൽ ഞങ്ങൾ പ്രവേശിച്ചു. ഞങ്ങളെല്ലാവരും ഈ സായി ഭക്തരായ എൻ്റെ സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ ഞാനും കുടുംബവുമെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി സായിബാബയെ വരുന്നത്, അദ്ദേഹത്തിൻ്റെ ദർശനം സായുജ്യം നേടുവാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇരുന്നു. പറഞ്ഞ സമയമായി, സായിബാബ വരുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ആശങ്കയായി, ഇനി എന്തെങ്കിലും പ്രശ്നമായോ, സായിബാബ എന്താണ് വരാത്തത്, ആർക്കും മനസ്സിലാകുന്നില്ല.
അങ്ങനെ മണിക്കൂറുകൾ കടന്നുപോയി, പറഞ്ഞ സമയമെല്ലാം കടന്നുപോയി. ഉള്ളിൽ മുഴുവൻ അപ്പോൾ അയ്യപ്പ ഭക്തരെ കൊണ്ടങ്ങ് നിറഞ്ഞു. ഈ ഹോള് മുഴുവൻ ശബരിമലയിലേക്ക് പോകുന്ന സീസണായതുകൊണ്ട് അതുവഴി വന്ന അയ്യപ്പ ഭക്തർ മുഴുവൻ അവിടെ കയറി സായിബാബയ്ക്ക് കണ്ട് ദർശനം സ്വീകരിച്ച ശേഷം ശബരിമലയ്ക്ക് പോകാം എന്ന് കണക്കൂട്ടി വന്ന നിരവധിയായ അയ്യപ്പ ഭക്തരാണ് അവിടെ തടിച്ചു കൂടിയത്. ഈ അയ്യപ്പ ഭക്തരുടെ ബഹളം കാരണം അതിനിടയിൽ ഞങ്ങൾ വളരെ ശാന്തരായിട്ട് ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും അയ്യപ്പ ഭക്തർ അവരെ സംബന്ധിച്ച് ഒരു കുറേ സമയം കഴിഞ്ഞിട്ടും ആ സമയത്ത് ദർശനം കിട്ടാതെ വന്നപ്പോഴേക്കും അവരുടെ സ്കെഡ്യൂളനുസരിച്ച് അവർക്ക് ശബരിമലയിലേക്ക് പോകേണ്ട സമയമായി. അവരുടെ വാഹനങ്ങളെല്ലാം അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. അവസാനം അവരെല്ലാം മടുത്ത് അക്ഷമരായി കുറേ നിന്ന ആളുകളെല്ലാവരും അവർ വാഹനത്തിൽ കയറി അവരെല്ലാം ശബരിമലയിലേക്ക് തന്നെ. ഇന്ന് ദർശനമില്ല, എന്തോ പ്രശ്നമുണ്ട്, സ്വാമിജി ഇന്ന് വരുന്നില്ല എന്നവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാവരും ശബരിമലയിലേക്ക് തന്നെ മടങ്ങി ശബരിമലയിലേക്കുള്ള യാത്ര തുടർന്നു. അങ്ങനെ വീണ്ടും കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും സായിബാബ ഞങ്ങൾക്ക് അവിടെ നേരത്തേക്കും ആളുകളുടെ എണ്ണം കുറഞ്ഞു. സായിബാബയെ കാണുവാനായിട്ട് എത്തിയ യഥാർത്ഥ വിശ്വാസികളുടെ മാത്രം ഒരു കൂട്ടായ്മയായി അവിടെ. ആ സമയമാണ് സായിബാബ, അന്ന് ഞാൻ ഓർക്കുന്നു സായിബാബ അപ്പോഴേക്കും അല്പം പ്രായാധിക്യത്തിൻ്റെയും എന്തോ ഒരു വീഴ്ചയൊക്കെ ഉണ്ടായതിൻ്റെയൊക്കെ ഒരു സമയമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം വീൽ ചെയറിലാണ് അന്ന് ഞങ്ങൾക്ക് ദർശനം നൽകുവാനായിട്ട് വരുന്നത്. വീൽ ചെയറിൽ ഞങ്ങളുടെ ഇടയിലൂടെ വരുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന സായിബാബ ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ നമ്മൾ പലപ്പോഴും ചിത്രങ്ങളിലൊക്കെ കാണുമ്പോൾ ഒരു വലിയ ഒരു മുഖം ഒക്കെയുള്ള ആളായിട്ട് വലിയ മനുഷ്യനായിട്ടാണല്ലോ കാണുന്നത്. പക്ഷേ വളരെ ചെറിയൊരു മനുഷ്യൻ വളരെ സൗമ്യതയോടുകൂടി ആ വീൽ ചെയറിൽ കടന്നു വരുന്നു. അപ്പോൾ സായി ഭക്തർക്ക് ഒപ്പം ഞങ്ങളും അദ്ദേഹത്തിൻ്റെ ദർശനം വന്ന ഞങ്ങൾക്ക് നേടുവാനായത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ സായി ഭക്തരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളോട് തിരക്കിയപ്പോൾ എന്താണ് ഇന്ന് ഇത്രയും താമസിച്ച് സാധാരണ ദർശനം തരുന്ന രീതിയിലല്ലാതെ സായിബാബ വന്നത് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവരിൽ നിന്നറിഞ്ഞതാണ് സായിബാബ എനിക്ക് ദർശനം കൊടുക്കുന്നത് സായിബാബയെ കാണാൻ വന്ന വിശ്വാസികൾക്കാണ് സായിബാബ കാണാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ശബരിമലയിലേക്ക് പോകാൻ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് അയ്യപ്പനെ കാണുക, ശബരിമലയ്ക്ക് പോവുക, അയ്യനെ തൊഴുക. ആ ലക്ഷ്യത്തോടു കൂടി വന്ന ആളുകൾ എന്നാൽ പോയ വഴിക്ക് ഇവിടെ ഒന്ന് കയറിയേക്കാം, പോയ വഴിക്ക് എന്നാലെന്നാൽ സായിബാബയും കൂടി ഒന്ന് കണ്ടേക്കാം എന്ന ഒരു ലക്ഷ്യത്തിൽ വന്ന ആളുകൾ അത് ശരിക്കും സായിബാബ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ഒഴിവാക്കിയതാണ്. അവർ പോയ ശേഷം യഥാർത്ഥ ഭക്തരെ തന്നെ കാണാൻ വന്ന ആളുകളെ മാത്രം കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് ഇത്രയും സമയം ദീർഘിപ്പിച്ച് ഈ സമയത്ത് സായിബാബ പുറത്തേക്ക് വന്നത് എന്ന് പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. എന്തായാലും അത് ശരിയായിരിക്കാം. കാരണം അദ്ദേഹത്തെ കാണുവാൻ വേണ്ടി യഥാർത്ഥ ആ ഒരു മോട്ടിവേഷനോടുകൂടി യഥാർത്ഥ ആഗ്രഹത്തോടുകൂടി ചെന്നവർക്ക് ദർശനം കൊടുക്കുന്നതും അല്ലാതെ വെറുതെ കുറേ ആളുകൾ ഒരു ഒച്ചപ്പാടിനിടയിലേക്ക് കടന്നു വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. എന്തായാലും അന്ന് അങ്ങനെ സായിബാബയെ അവിടെ വെച്ച് കാണുവാൻ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങൾ മടങ്ങിപ്പോന്ന ആ ഒരു ഓർമ്മ ഞാൻ ഓർക്കുകയാണ്. അതേപോലെ തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന വേറൊരു സുഹൃത്ത്. അദ്ദേഹം ശ്രീയുടെ ബാംഗ്ലൂരായതുകൊണ്ട് ശ്രീ രവിശങ്കറിൻ്റെ വലിയ ഒരു ഭക്തനായിട്ടുള്ള ഒരു സുഹൃത്ത് ഞങ്ങൾ ബാംഗ്ലൂരുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ആ സമയത്ത് എനിക്ക് ശ്രീ രവിശങ്കറിനെ കാണുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോകുവാനും അദ്ദേഹമായിട്ട് നേരിട്ട് പരിചയപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ അടുത്ത് കുട്ടികളുമായിട്ടും ഭാര്യയുമായിട്ടും ഒക്കെ ചിലവഴിക്കുവാനും അന്ന് അവസരമുണ്ടായി. അങ്ങനെ അന്ന് എനിക്ക് ഹൈന്ദവ മതത്തിൻ്റെ പല ഈ തരത്തിലുള്ള ഗുരുമാരെ കാണുന്നതിനും അവരുടെ ആശയങ്ങളും അവരുടെ ധ്യാന മാർഗങ്ങളെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കുന്നതിന്, കാരണം യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റ് എന്ന എൻ്റെ പ്രസ്ഥാനം ഇത്തരം കാര്യങ്ങളെല്ലാം ഒന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. കാരണം ഒരു കത്തോലിക്ക വിശ്വാസിയോ ഒരു പ്രൊട്ടസ്റ്റൻ്റ് സഭക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഹൈന്ദവ വിശ്വാസത്തെപ്പറ്റി പഠിക്കുന്നതോ അത് മനസ്സിലാക്കുന്നതോ എപ്പോഴും ആരും പ്രോത്സാഹിപ്പിക്കുന്നതല്ല, വളരെ നിഷിദ്ധവുമായിരുന്നു. എന്നാൽ യൂണിഫിക്കേഷൻ മൂവ്മെൻറ്റിലാകട്ടെ മറ്റ് മതങ്ങളെപ്പറ്റി പഠിക്കണം എന്ന് അവർ പറയുകയും അതിനുള്ള എല്ലാ പ്രോത്സാഹനവും തന്നിരുന്നു. എന്നാൽ അതിനുള്ളിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങിപ്പോയി ഈ യൂണിഫിക്കേഷനിൽ നിന്ന് പുറത്താകുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുകയും ചെയ്തു. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ കാര്യങ്ങൾ അറിയണം, മറ്റ് പല മതങ്ങളെപ്പറ്റിയും കൂടുതൽ അറിയണം എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ ആകാംക്ഷയുണ്ടായിരുന്നു. അതിന് ഞാൻ കൂടുതൽ സമയവും ചിലവഴിച്ചിരുന്നു. അങ്ങനെ ഞാൻ ആ സമയത്താണ് ഈ സായിബാബയെ പറ്റിയ ശ്രീ രവിശങ്കറിനെ പറ്റിയ എല്ലാം മനസ്സിലാക്കുന്നത് ഈ ബാംഗ്ലൂരിൽ ആ സമയത്ത് ചിലവഴിക്കുന്ന സമയത്താണ്. അങ്ങനെ ബാംഗ്ലൂരിൽ ഞാൻ കുറേ കാലം കുട്ടികളോടും ഭാര്യയോടും ഒപ്പം ചിലവഴിച്ചു. അതിനുശേഷം വീണ്ടും ഞാൻ ജപ്പാനിൽ നിന്ന് പിരിയുമ്പോൾ, കുമാരിക്കറിയിൽ നിന്ന് പിരിയുമ്പോൾ, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കുമാരിക്കറിയിൽ നിന്ന് പിരിയുമ്പോൾ ആ ഓണറുമായിട്ടും നല്ല സൗഹൃദത്തിൽ ആണ് പിരിയുന്നതും. ഞാൻ ഒരു കൊറിയൻ കമ്പനി LGയിലേക്ക് ഒരു കുറച്ച് നാളത്തേക്ക് ഒരു ജോലിക്ക് വേണ്ടി പോവുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം എന്നെ വളരെ സ്നേഹാശംസകളോടുകൂടി തന്നെ പറഞ്ഞയച്ചതിനാൽ എനിക്ക് തിരികെ അങ്ങോട്ട് ചെല്ലുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വീണ്ടും ബന്ധപ്പെടുന്നു. ഞാൻ ഇവിടെ നിന്നും ജപ്പാനിലേക്ക്
ജപ്പാനിലേക്ക് വീണ്ടും തിരികെ വരികയാണ്. അപ്പോഴവിടെ ജോലി സാധ്യത ഇപ്പോൾ കടയിലെ അവസ്ഥ എന്താണ്? അപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി എന്നോട് തിരികെ മടങ്ങി വരാൻ പറയുന്നു. കുമാരിക്കറിയിൽ തന്നെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഞാൻ വീണ്ടും എൻ്റെ രണ്ടാം വട്ടം ജോലി ഈ കുമാരിക്കറിയിൽ മാനേജരായിട്ട് ഞാൻ ചേരുകയാണ്. അങ്ങനെ കുമാരിക്കറിയിൽ വീണ്ടും വന്ന് ഈ മുത്തോയ വാത്തയിലെ ബ്രാഞ്ചിൽ അതിൽ തന്നെ മാനേജരായിട്ട് ചേരുന്നു. അങ്ങനെ തുടർന്ന് അന്ന് ഉണ്ടായിരുന്ന നേരത്തെ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ജോലിക്കാർ സഹപ്രവർത്തകർ തന്നെയായിരുന്നു അന്നും അവിടെ ഉണ്ടായിരുന്നത്. അവരെല്ലാവരും എന്നെ വളരെ സന്തോഷത്തോടു കൂടി വീണ്ടും വന്നപ്പോൾ സ്വീകരിച്ചു. അങ്ങനെ വീണ്ടും ഞാൻ ഈ തിരിച്ച് വന്ന് ജപ്പാനിൽ രണ്ടാം വട്ടം കുമാരിക്കറിയിൽ ജീവിതം ആരംഭിക്കുകയാണ്, ജോലി ആരംഭിക്കുകയാണ്. അത് മുത്തോയ വാത്തയിൽ ചിക്കാവയ്ക്കടുത്തുള്ള മുത്തോയ വാത്തയിലെ റെസ്റ്റോറൻറ്റിൽ. ആ സമയത്താണ് ഞാൻ വീണ്ടും ഭാര്യയെയും കുടുംബത്തെയും അവിടെ ബാംഗ്ലൂരിൽ ആക്കിയിട്ട് തന്നെയാണ് ഞാൻ ഈ രണ്ടാമത്തെ പ്രാവശ്യവും ഇവിടെ കുമാരിക്കറിയിൽ വരുന്നത്. എന്നാൽ ആ സമയത്ത് എനിക്ക് ഉണ്ടായ ഒരു മാറ്റമെന്ന് പറയുന്നത്, എനിക്ക് ഈ ബാംഗ്ലൂരിലെ ആ ജീവിത സമയത്ത് ഹൈന്ദവ മതത്തിലെ പല കാര്യങ്ങളും, ഈ സായിബാബയുടെ ആശ്രമവും അതുപോലെ ശ്രീയുടെ ആശ്രമം സന്ദർശിക്കാൻ പറ്റി. അതുപോലെ തന്നെ വേറൊരു ആശ്രമം ഉണ്ടായിരുന്നത് ഈ അടുത്ത കാലത്ത് വലിയ വിവാദങ്ങളിലെല്ലാം പെട്ട ഒരു സ്വാമിജിയുണ്ട്, നിത്യാനന്ദ എന്ന് പറയുന്ന. എവിടെയോ ഗവൺമെൻറ് ലുക്കൗട്ട് നോട്ടീസൊക്കെ കൊടുത്തു എന്ന് പറയുന്നു. ഏതോ ഒരു സ്ത്രീ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ നിന്ന് മുങ്ങി എവിടെയോ ഒരു പുതിയ രാജ്യം സ്ഥാപിച്ചു എന്നെല്ലാം പറയുന്ന, ഒരു ദ്വീപിൽ ഒരു പുതിയ രാജ്യം സ്ഥാപിച്ചു എന്നെല്ലാം പറയുന്ന ഒരു നിത്യാനന്ദ എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സ്വാമിജിയാണ്. അദ്ദേഹം അന്ന് വിടുതി എന്ന് പറയുന്ന ഞങ്ങൾ താമസിക്കുന്ന ഈ രാജരാജേശ്വരി നഗറിലെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വളരെ അടുത്ത്, അതിന് നേരെ ഓപ്പോസിറ്റ് മൈസൂർ റോഡിന് നേരെ എതിർവശത്താണ് അദ്ദേഹം എന്നൊരു ആശ്രമമായിട്ട്. അദ്ദേഹം ഒന്ന് അവിടെ ചെറിയൊരു ആശ്രമം കെട്ടി അവിടെ തുടങ്ങുന്ന കാലമാണ്. അദ്ദേഹം ഒന്ന് വളരെ ചെറുപ്പമാണ്. ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തെ കാണാൻ പോകുന്നത്. അദ്ദേഹം അവിടെ ഓല കൊണ്ട് കെട്ടിയ ഷെഡുകൾ പോലെയുള്ള കുറേ ചെറിയ ഷെഡുകൾ മാത്രമാണ് അന്നുണ്ടായിരുന്നത്. അന്ന് അവിടെ പോകാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വിദ്യാർത്ഥി, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന് അവിടെ താമസിച്ചിരുന്ന ഒരു എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി. അദ്ദേഹം വളരെ ഒരു മിടുക്കനും, പഠിക്കാൻ വളരെ മിടുക്കനും നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥി പറയുന്നു, ഇവിടെ ഇങ്ങനെ ഒരു സ്വാമിജിയുണ്ട്, അദ്ദേഹം രോഗശാന്തി അദ്ദേഹത്തിൽ ഭയങ്കര കഴിവുള്ള ആളാണ്, പലരും അനുഭവം സാക്ഷ്യം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ആ സമയത്ത് എൻ്റെ ഭാര്യയ്ക്ക് എക്കോയ്ക്ക് ഭയങ്കരമായ മൈഗ്രെയിൻ ഉള്ള സമയമാണ്. അദ്ദേഹം ഈ എഞ്ചിനീയർ വിദ്യാർത്ഥികളോട് പറയുന്നു, തീർച്ചയായും ആൻറ്റിയുടെ മൈഗ്രെയിൻ അദ്ദേഹം മാറ്റും, ഭയങ്കര ശക്തിയുള്ള സ്വാമിയാണ്. അപ്പോൾ ഞങ്ങളെല്ലാ കാര്യങ്ങളുമായിട്ട് വളരെ ഓപ്പണാണ്. എന്തായാലും ഒരു സ്വാമിജിയെ കാണാം, അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ആശ്രമമാണ്, വീടിനടുത്ത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള 1-2 സുഹൃത്തുക്കളും ഞങ്ങളോടൊപ്പം ചേർന്നു. നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഒരു ദിവസം ആ സ്വാമിജിയെ കാണാൻ വേണ്ടി ഞാൻ പോയത് ഓർക്കുന്നു. അന്ന് അദ്ദേഹം ചെറുപ്പമാണ്. അദ്ദേഹം അവിടെ ഒരു ഓല കൊണ്ട് കിട്ടിയ ഷെഡിൽ, ഞങ്ങളവിടെ ചെല്ലുമ്പോൾ സ്വാമിജി ഇല്ല, നിത്യാനന്ദ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹം അവിടെ ഇല്ല. അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ട് കുറച്ച് ചെറുപ്പക്കാരാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആ ചെറുപ്പക്കാർ ഞങ്ങളോട് പറയുന്നു, സ്വാമിജി ഏതോ ഒരു വിദേശ രാജ്യത്തെ സന്ദർശനം കഴിഞ്ഞ് ഇപ്പോഴിതാ എയർപോർട്ടിൽ എത്തിയതായിട്ട്, ഞങ്ങൾക്കിപ്പം എത്തിയതേ ഉള്ളൂ, ഇതാ വന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ എയർപോർട്ടിൽ നിന്ന് ഇത് കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാം നിരനിരയായിട്ട് നിന്നു, ഇപ്പോൾ സ്വാമിജി വരും. അപ്പോഴെനിക്കെന്തോ ഒരു പന്തികേട് വേറെ തോന്നി. കാരണം വിദേശത്ത് പോയിട്ട് വരുന്ന സ്വാമിജി, ഇത്ര ചെറിയ ഈ ഓല ഷെഡും ഒക്കെ ആയിട്ട് ഉള്ള സ്വാമിജി വിദേശ രാജ്യത്തുനിന്ന് ആണോ വരുന്നത്? ഇപ്പോഴാണ് വരുന്നത്. വലിയ തിരക്കൊന്നുമില്ല, അവിടെ കുറച്ച് ആളുകളേ ഉള്ളൂ. എന്തായാലും ഉള്ളിൽ ഒരു കാറിൽ ഈ സ്വാമിജി വന്ന് ഇറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചെറിയൊരു ദണ്ട് പോലെ ഒരു സ്വർണ്ണമൊക്കെ കിട്ടിയ ഒരു ചെറിയൊരു ദണ്ടുണ്ട്. അദ്ദേഹം വസ്ത്രമൊന്നും, മുണ്ടും ഷർട്ടില്ലാതെയാണ് അദ്ദേഹം. വലിയ നല്ല മനോഹരമായ ഒരു രുദ്രാക്ഷത്തിൻ്റെ സ്വർണം കിട്ടിയ രുദ്രാക്ഷമാലയെല്ലാം ഉണ്ട്. നല്ല ചെറുപ്പക്കാരനായ സുമുഖനായ സ്വാമിജി. അദ്ദേഹം ആ കയ്യിലുള്ള വടിയുമൊക്കെ ആയിട്ട് വന്നിറങ്ങുമ്പോഴേക്കും ഒരു സ്ത്രീ ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദത്തിലേക്ക് വീണ് ആ സ്ത്രീ അവിടെ കിടന്ന് ഭയങ്കരമായ പല ചേഷ്ടകളും കാണിച്ച് ആ സ്ത്രീയുടെ വായിൽ നിന്ന് ഞൊരയും പതയൊക്കെ വരുന്ന രീതിയിലെല്ലാം കാണിക്കുന്നു. അപ്പോഴേക്കും ഈ സ്വാമിജി തൻ്റെ കയ്യിലുള്ള ദണ്ട് ഈ സ്ത്രീയുടെ തലയിൽ തൊടുമ്പോഴേക്കും ആ സ്ത്രീ പെട്ടെന്ന് വളരെ നോർമലാകുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോഴേ തന്നെ നമ്മുടെ മലയാളിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ മലയാളികൾക്ക് എപ്പോഴും ഉണ്ടല്ലോ ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ വിശ്വസിക്കുന്നതിൽ വളരെ, നമ്മളിതെല്ലാം ഇത്തരം കാര്യങ്ങളൊക്കെ എന്തേരം കണ്ടാണ് നമ്മൾ കടന്നു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ.
എനിക്കിത് കണ്ടപ്പോഴേ തന്നെ അദ്ദേഹത്തോടുള്ള ആ ഒരു ഇത് തീർത്തും ഒരു കളിപ്പീരാണ് ആളുകളെ കളിപ്പിക്കുന്നതെന്നാണ്. ഈ സ്ത്രീയെയൊക്കെ ഇവർ പറഞ്ഞു നടത്തിയതാണെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും, ആ രീതിയിലുള്ള ഒരു ചേഷ്ട. എന്നാലും എൻ്റെ ഭാര്യയൊക്കെ വളരെ അത്ഭുതത്തോടു കൂടി ഇതിങ്ങനെ നോക്കി നിന്നു. എന്തായാലും അതിനുശേഷം അദ്ദേഹം ഓരോരുത്തരെ അവിടെ അദ്ദേഹത്തെ കാണാൻ വന്നവരെ എല്ലാവരെയും വിളിക്കുന്നു. എൻ്റെ ഭാര്യയും അദ്ദേഹം ശിരസിൽ കൈവച്ച് ഇങ്ങനെ രോഗശാന്തി എന്ന് പറഞ്ഞ് രോഗശാന്തിക്കുള്ള ഇത് കൊടുക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു അനുഭവം അവിടെ ഉണ്ടായത് ഞാൻ ഓർക്കുകയാണ്. അതിനുശേഷം വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഭയങ്കര പ്രശസ്തനായി എന്നും അദ്ദേഹം വലിയ ആശ്രമവും അദ്ദേഹത്തിൻ്റെ ഉണ്ടായ വലിയ മാറ്റങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായ പ്രശ്നങ്ങളും എല്ലാം ഞാൻ ഇവിടെ വന്ന ശേഷമാണ് പിന്നീട് പലപ്പോഴും കാര്യങ്ങളൊക്കെ കേട്ടത്. ഇപ്പോൾ അദ്ദേഹത്തെ പറ്റിയുള്ള ഇപ്പോഴത്തെ അപ് ടു ഡേറ്റ് ന്യൂസ് അപ്ഡേറ്റ് എന്താണെന്നുള്ളത് അറിയില്ല. എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ബാംഗ്ലൂരിലെ ആ ഒരു കുറച്ച് കാലത്തെ സമയമാണ്. എന്തായാലും അതിനുശേഷം ഞാൻ തിരികെ വന്ന് കുമാരിക്കറിയിൽ ചേർന്ന കാര്യമാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെ കുമാരിക്കറിയിൽ ഞാൻ ഇവിടെ തിരിച്ചു വന്ന് ചേർന്ന ശേഷം എനിക്ക് ഇത്തരം ഈ പല വിശ്വാസങ്ങളെപ്പറ്റിയും പഠിക്കുന്നതിനുള്ള ഒരു വലിയൊരു താല്പര്യം തോന്നി. പിന്നീടുള്ള ഞാൻ കുമാരിക്കറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ലൈബ്രറി ഉണ്ട്, മനോഹരമായ ലൈബ്രറി ഉണ്ട്. ജപ്പാനിലെ ലൈബ്രറികളൊക്കെ വളരെ മനോഹരമാണ്. അപ്പോൾ ലൈബ്രറിയിൽ ഞാൻ പോയി പല പുസ്തകങ്ങൾ, പല മതങ്ങളെ പറ്റിയുള്ള പുസ്തകങ്ങൾ, ആത്മീയ കാര്യങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഡീപ്പായിട്ടുള്ള പഠനത്തിന് ഞാൻ കൂടുതൽ സമയം ചെലവഴിച്ച ഒരു സമയം കൂടിയായിരുന്നു. ആ പഠനത്തിലൂടെയാണ്, അന്ന് നടത്തിയ ആ പഠനമാണ് എന്നെ യൂണിഫിക്കേഷൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ പഠിപ്പിക്കലിലെ പല വൈരുദ്ധ്യങ്ങളും എനിക്ക് മനസ്സിലാക്കുവാൻ എനിക്ക് വെളിവാക്കി തന്നത്. അങ്ങനെ ആ സമയത്തുണ്ടായ അറിവ് തേടിയുള്ള ആ സമയത്തെ അന്ന് എനിക്കതിന് കൂടുതൽ സമയമുണ്ടായിരുന്നു. കാരണം കുടുംബം ഇല്ല, വീട്ടിലില്ല, അവർ ബാംഗ്ലൂർ താമസിക്കുന്നു. എനിക്ക് കടയിലെ ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ധാരാളം ഫ്രീ സമയമുണ്ട്. ആ സമയത്ത് ഞാൻ കൂടുതൽ അന്വേഷണത്തിനായിട്ട്, ആത്മീയ കാര്യങ്ങളിലുള്ള മറ്റ് എല്ലാ കാര്യങ്ങളിലുമുള്ള പഠനത്തിനും അന്വേഷണത്തിനുമായിട്ട് ചിലവഴിക്കുന്ന ഒരു സമയമായിരുന്നു ഞാൻ വീണ്ടും കുമാരിക്കറിയിൽ ജോലി ചെയ്ത സമയം. അന്നുണ്ടായിരുന്ന എൻ്റെ പഠനത്തിൻ്റെ വിവരങ്ങളും അന്ന് എനിക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ നൽകിയ പുസ്തകങ്ങളെപ്പറ്റിയും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ വിവരിക്കാം എന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.